ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ശ്രീഹാകാലം 6-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോയുടെ ദശവിസ്മയങ്ങൾ 10 അത്ഭുതങ്ങളിൽ അവസാനത്തെ 2 അത്ഭുതങ്ങളും പ്രാർത്ഥനയുടെ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ എന്നുള്ള പ്രാർത്ഥനയുടെ ആഹ്വാനവുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോയെ അവതരിപ്പിക്കുന്നത് പുതിയ ഒരു മോശയായിട്ടാണ്. 10 കൽപ്പനകൾ നൽകുന്ന ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച ആ മോശയെപ്പോലെ അത് പൂർത്തീകരിച്ചുകൊണ്ട് ഈശോ തൻ്റെ മലയിലെ പ്രസംഗം നടത്തുന്നു. ഇതുപോലെ ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി 10 ബാധകൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പൂരണമായിട്ടാണ് 10 അത്ഭുതങ്ങൾ, വിസ്മയ പ്രവർത്തികൾ ഈശോ ചെയ്യുന്നത് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട്. അതിൽ അവസാനത്തെ 2 എണ്ണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ കടന്നു പോകുമ്പോൾ 27-ാം വാക്യത്തിൽ 2 അന്ധന്മാർ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ അവർ പ്രാർത്ഥിച്ചത് യസ്രഹം അലൈൻ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സുറിയാനി ഭാഷയിൽ പറയുമ്പോൾ കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. ആ വാക്ക് ഈശോയെ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ അബ്രാഹത്തിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ ഈശോ മിശിഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബ്രാഹം മുതലുള്ള ആ തലമുറകൾ, 14 തലമുറകൾ, അബ്രാഹം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ, അതുമുതൽ മിശിഹ വരെ 14 തലമുറകളെന്ന് പറയുമ്പോൾ അവിടെ ദാവീദ് എന്ന വാക്കിൻ്റെ സംഖ്യാ മൂല്യമാണ് 14. അങ്ങനെ ദാവീദ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വലിയ അന്തർധാരയാണ്. ഈശോ ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ആ ഇടയനും രാജാവുമായി തീർന്ന ആ ദാവീദിനെ പോലെ പുതിയ നിയമത്തിലെ രാജാവായി, ഇടയനായി കർത്താവ് വരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഒരു ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിൽ, ഈശോയുടെ ഒരു ക്രിസ്തുവിജ്ഞാനീയപരമായ ഒരു സംജ്ഞ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കർത്താവിനെ വിളിക്കുന്നത്. കർത്താവേ ദാവീദിൻ്റെ പുത്ര. അതൊരു കൺഫെഷനാണ്, ഏറ്റുപറച്ചിലാണ്. ഈശോ ആരാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ്. അങ്ങനെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് അപേക്ഷിച്ച് അവൻ്റെ സമീപമെത്തി. അപ്പോൾ ഈശോ ചോദിച്ചു, ഇതെനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ കർത്താവേ ഊപ് എന്നൊരു മറുപടി പറയുമ്പോൾ 29-ാം വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അപ്പം കർത്താവിൻ്റെ ആ ദിവ്യത്വത്തിൽ, ദൈവികതയിൽ, കർത്താവിൻ്റെ ആ മഹത്വത്തിൽ വിശ്വസിക്കുന്നവരാണവർ, വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണവർ. അതുകൊണ്ട് അവരുടെ വിശ്വാസം പോലെ അവർക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. കണ്ണുകൾ തുറന്നു. ഒരു അന്ധൻ്റെ കണ്ണ് തുറക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. ഇതാരും അറിയരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചുകൊണ്ട് കടന്നുപോയി. പക്ഷേ ഈശോയുടെ കീർത്തി എല്ലായിടത്തും പരന്നു. ഈശോ കണ്ണുകൾ തുറക്കുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്നത് ബാഹ്യമായ ആ വെളിച്ചം നൽകുന്നു, ആന്തരികമായ വെളിച്ചം കൂടെ നൽകുന്നവനാണെന്നുള്ളതാണ്. പഴയ നിയമത്തിലെ യെശയ്യാ 35:5 അവൻ അന്ധരുടെ കണ്ണുകൾ തുറക്കും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അത് പൂർത്തിയാവുകയാണ്. യെശയ്യാ 42:7 അന്ധർക്ക് കാഴ്ചയും തടവുകാർക്ക് മോചനവും. നമുക്കറിയാം ഈശോയുടെ ഉദ്ഘാടന പ്രഭാഷണം അവിടെ പറയുന്നത് അതുതന്നെയാണല്ലോ. അങ്ങനെ ഈശോ വരാനിരിക്കുമ്പോൾ നീ തന്നെയാണോ എന്ന് മത്തായിയുടെ സുവിശേഷം 11:4 യോഹന്നാൻ ചോദിക്കുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി ഇത് തന്നെയാണ്. അന്ധർ കാണും, നീ അവരെ അവിടെ ചെന്ന് അറിയിക്കുക. 11:5 അന്ധർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാക്കുന്നു. അങ്ങനെ കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്, വിമോചനം നൽകുന്നവനാണ്. അങ്ങനെ കർത്താവിൻ്റെ കീർത്തി എല്ലായിടത്തും പരക്കുകയാണ്. 9-ാമത്തെ അത്ഭുതമാണ്. 10-ാമത്തെ ആ അത്ഭുതമാണ് തുടർന്ന് നമ്മൾ ശ്രവിക്കുന്നത്. ഊമനെ, പിശാചബാധിതനായ ആൾ, ബധിരനും ഊമനുമായ ആ വ്യക്തി, അവനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഈശോ പിശാചിനെ പുറത്താക്കി. അങ്ങനെ കർത്താവ് വലിയ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വിമോചനം നൽകുകയാണ്.
അപ്പോൾ മിശിഹ ആരാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ശാരീരികമായ സൗഖ്യം നൽകുന്നവൻ, ആന്തരികമായ സൗഖ്യം നൽകുന്നവൻ, അങ്ങനെ വിമോചനം നൽകുന്ന കർത്താവിൻ്റെ കരുണയാണ് ഇവിടെ പ്രകടമാകുന്നത്. ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ കരുണ തോന്നണമേ. ദൈവം ആരാണ്? മേഴ്സി ഈസ് ഹിസ് നെയിം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്ന വാചകമാണല്ലോ. കർത്താവ് ദൈവം കരുണയാണ്. ഈശോമിശിഹായും ആ കരുണ നിറഞ്ഞ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. കരുണ കാണിക്കുക, എല്ലാവരോടും കരുണ കാണിക്കുകയാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർ, വികലാംഗരായി മാറിയവർ, അങ്ങനെയുള്ളവർക്കെല്ലാം കാരുണ്യത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ആ അടയാളങ്ങൾ അവരുടെ മേൽ പതിച്ചുകൊണ്ട് വിമോചനം നൽകുകയാണ്. തുടർന്ന് ഈശോ തൻ്റെ സുവിശേഷം എല്ലായിടത്തും അവിടുന്ന് പ്രസംഗിക്കുന്നു. 35-ാം വാക്യത്തിൽ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ വ്യാധികളും സുഖപ്പെടുത്തിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. പക്ഷേ ഈ ദൗത്യം തുടരുവാൻ തൻ്റെ ശിഷ്യന്മാരെ അവിടുന്ന് ആവശ്യപ്പെടുകയാണ്, ആഗ്രഹിക്കുകയാണ്. 36-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ അവരെ കണ്ടപ്പോൾ ഇടയില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരിക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഇവിടെ ഉപയോഗിക്കുന്ന വാക്കും ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന് ഉപയോഗിക്കുന്ന അതേ വാക്കാണ്. യസ്രഹം, കാരുണ്യം തോന്നി, ഈശോയ്ക്ക് കരുണ തോന്നി. ഈ റഹം എന്നുള്ള ആ സുറിയാനി വാക്കിൻ്റെ യഥാർത്ഥമായ വാക്കിൻ്റെ അർത്ഥം ഒരമ്മയുടെ ഉദരമെന്നാണ്. ഉദരത്തിലുള്ള കുഞ്ഞിനോടുള്ള അമ്മയുടെ മാതൃനിർദ്ദേശമായ വലിയ സ്നേഹമാണ് കാണിക്കുന്നത്. ആ സ്നേഹവും കരുതലും ആർദ്രതയും എല്ലാമാണ് ഈശോയ്ക്ക് ഈ ജനക്കൂട്ടങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, വിളവധികം വേലക്കാർ ചുരുക്കം. ഈ വിളവ് എന്ന് പറയുന്നത് അവസാനം നെല്ലും പതിരും ചേർക്കുന്ന ആ വിധിയുടെ പ്രതീകമാണ്. വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വേലക്കാരെ അയക്കുവാൻ, വിളഭൂമിയിലേക്ക് അയക്കുവാൻ വേണ്ടി വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടക്കം ദാവീദിൻ്റെ പുത്ര എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ സുവിശേഷം അവസാനിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈശോയുടെ സുവിശേഷ പ്രഘോഷണ കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന, ശിഷ്യന്മാർ പ്രഘോഷിച്ചതിനനുസ്മരിക്കുന്ന ഈ ശ്രീഹാകാലത്ത് ഈശോയുടെ ശിഷ്യന്മാരായ മക്കളായ നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ആസൂത്രണ വൈഭവം, നമ്മളുടെ തീരുമാനങ്ങൾ, ചർച്ചകൾ, ആലോചനകൾ ഇവയൊക്കെയാണ് ഈശോയുടെ സുവിശേഷം വളർത്തുന്നത് എന്ന് നാം വിചാരിക്കരുത്. മറിച്ച് ഏറ്റവും ആവശ്യമായത് കരഞ്ഞപേക്ഷിച്ച ആ അന്ധനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുന്നു. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ പ്രാർത്ഥനയിലൂടെയാണ് പലതരത്തിലുള്ള അന്ധതകൾ മാറുക. പലതരത്തിലുള്ള അന്ധതകൾ ഇന്നത്തെ ലോകത്തെ ബാധിച്ചിട്ടുണ്ട്. ഹ്രസ്വദൃഷ്ടി, മയോപ്യ എന്ന് പറയും. തൻ്റെ മൂക്കിനപ്പുറത്തേക്കുള്ള കാഴ്ച കാണാൻ സാധിക്കാത്ത, അത് വ്യക്തികൾക്കാകാം, സമൂഹങ്ങൾക്കാകാം, സമൂഹങ്ങൾക്കാകാം, തങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഒരു സാകല്യ ദർശനം നമുക്ക് ആവശ്യമാണ്. അത് നൽകുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവ് നൽകുന്ന, തിരുസഭ നൽകുന്ന ഈ ദർശനങ്ങൾ അത് സ്വീകരിച്ച് വളരുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ഈ സന്ദേശവാഹകരായി തീരുവാനായി കർത്താവിൽ വിശ്വസിക്കുന്നവരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല. ഇന്നത്തെ ലേഖനത്തിൽ 1 കൊറിന്തോസ് 1-ാം അധ്യായം 26-ാം വാക്യം, നിങ്ങളുടെ ദൈവവിളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവിൻ. നിങ്ങളിൽ ബുദ്ധിശാലികൾ അധികമില്ല, കുലീനര് ശക്തിയുള്ളവരാരുമില്ല. അതുകൊണ്ട് ലോകത്തിലെ വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ദൈവം ഭോഷന്മാരെ, ശക്തരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവദൃഷ്ടിയിൽ ആരും അഹങ്കരിക്കാതിരിക്കുവാനാണെന്നാണ് 1 കൊറിന്തോസ് 1:29 പറയുന്നത്. അതുകൊണ്ട് ഈശോ മിശിഹായിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്, ഈശോയിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത്. പൗലോസ് ശ്ലീഹ എടുത്തു പറയുകയാണ്. കാരണം എന്താണ്? യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ നീതി, വിശുദ്ധീകരണം, പരിത്രാണം എല്ലാം കർത്താവാണ്. അതുകൊണ്ട് ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വേണം നമ്മളുടെ ശിഷ്യത്വം, നമ്മുടെ വിളി നാം ജീവിക്കേണ്ടത്. അപ്പോൾ കർത്താവ് വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും അഭിഷേചിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചതിൻ്റെ മുൻ സൂചനകളാണ് ഇന്നത്തെ 1-ാമത്തെയും 2-ാമത്തെയും വായനകൾ നമ്മൾ കാണുന്നത്. 1-ാം വായനയിൽ ലേവായുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 13 വരെ. ഇവിടെ
പുരോഹിതരെ അഭിഷേചിക്കുന്നതായിട്ട് കാണുകയാണ്. അഹറോനെയും പുത്രന്മാരെയും അഭിഷേചിക്കുകയാണ്. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി അതിൻ്റെ അഭിഷേക വസ്ത്രത്തിന് വേണ്ടി ഒരുക്കി തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. അരപ്പട്ടയും മേലങ്കിയും നെഞ്ചിൽ ഉള്ള ധരിക്കുന്ന ഒന്നാണ് എഫോദ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഉരസ്ത്രാണം, അതുപോലെ ഏപ്രൻ പോലെയുള്ള ഒന്നാണ് ഉറിയും തുമിയും. ഇതൊക്കെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. തിരുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെതായി മാറുകയാണ്. നമ്മളുടെയും ആരാധനക്രമത്തിൽ തിരുവസ്ത്രങ്ങളുണ്ട്. ഈ തിരുവസ്ത്രങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ സുറിയാനി തിരുവസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ഈശോയെ ധരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഓരോ തിരുവസ്ത്രവും ധരിക്കുന്നത്. അങ്ങനെ കർത്താവിനെ ധരിച്ച് കർത്താവിൻ്റെതായി മാറി കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അങ്ങനെയാണ് ശിരസ്സിൽ തൈലം പൂശി അവരെ അഭിഷേചിച്ച് എന്തിനു വേണ്ടിയാണ് അവരെ അഭിഷേചിച്ചിട്ട് ആ അഭിഷേകം സ്വീകരിച്ചവരാണ് ദൈവത്തെ ആരാധിക്കുവാൻ ഔദ്യോഗികമായ ദൈവാരാധകരായി മാറുന്നത്. അവരെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അല്ല, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്ന അങ്ങനെയുള്ളവരായി മാറണം എന്നുള്ള സൂചനയാണ്. രണ്ടാമത്തെ വായനയിൽ ഏശയ്യാ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെ ഏശയ്യായുടെ ദർശനമാണ്. ദൈവസിംഹാസനത്തിങ്കൽ അവിടെ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നത് ദർശിക്കുകയാണ്. ഒരു ഡിവൈൻ റെവലേഷൻ, ദൈവികമായ ഒരു ദർശനം ലഭിക്കുകയാണ്. അവിടെ സെറാഫുകൾ, 6 ചിറകുകളുള്ള സെറാഫുകൾ 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ചിരിക്കുന്നു, 2 കൊണ്ട് പാദവും മറച്ചിരിക്കുന്നു, 2 ചിറകുകൾ പറക്കുവാൻ. അവർ ഈ മറച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവസന്നിധിയിലുള്ള ആ ട്രാൻസെൻഡൻസ്, ദൈവമഹത്വം വ്യക്തമാക്കുവാൻ വേണ്ടി അവർ പരസ്പരം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ മഹത്വം അത് ഭൂമി മുഴുവനും ആ മഹത്വം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ആ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹത്വം വാസ്തവത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയമാകുന്ന മനുഷ്യാവതാരം ചെയ്ത ഈശോയെ സൂചിപ്പിക്കുമെന്ന് മാറപ്രയം പിതാവ് പറയുന്നുണ്ട്. ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മഹത്വം. അങ്ങനെ ആ മഹത്വം കണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ നശിച്ചു, എൻ്റെ സ്ഥിതി എത്ര ദുർഭകം, ഞാൻ അശുദ്ധനായ മനുഷ്യനാകുന്നു. അത് പറയുമ്പോൾ സെറാഫുകളിൽ ഒരുവൻ കുടലുകൊണ്ട് തീക്കനൽ എടുത്ത് അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചു. നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ അധരങ്ങൾ ശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ അയക്കുന്നത്. ഇനി ആരെയാണ് ഞാൻ അയക്കേണ്ടത്? അപ്പോൾ ഈശോയുടെ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഒരു സൂചനയാണിത്. അതായത് ദൈവം പ്രവാചകനെ വിശുദ്ധീകരിച്ച് അഭിഷേചിച്ച് അയക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് അഭിഷേചിച്ച് അയക്കുകയാണ്. ഇതുപോലെയുള്ള അഭിഷേകം ഓരോ വിശ്വാസിയും സ്വീകരിക്കണം. ഈ സിഹാകാലം ഈ അഭിഷേകം സ്വീകരിക്കുവാനുള്ള അവസരമാണ്. അങ്ങനെയുള്ള ആ അഭിഷേകം സ്വീകരിച്ച് കർത്താവിൻ്റെ അതേ സന്ദേശം എത്തിക്കുവാനും കർത്താവിൻ്റെ ശക്തി അത് വിളംബരം ചെയ്യുവാനും കർത്താവിൻ്റെ സൗഖ്യം, കർത്താവിൻ്റെ കരുണ അത് പങ്കുവയ്ക്കുവാനും ഉള്ള അവസരമാണിത്. അതിന് നമ്മെ തന്നെ നമ്മൾ ഒരുക്കുവാൻ പ്രത്യേകിച്ച് ഈശോ എന്ന് നൽകുന്ന ആഹ്വാനം നാം സ്വീകരിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ സഭയുടെ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളിൽ ഉഴലുന്ന സാഹചര്യങ്ങളിൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മാനുഷികമായ ചിന്തകളും പദ്ധതികൾക്കും അതീതമായി ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായും നടപ്പിലാകുവാൻ, അങ്ങനെ നമ്മളുടെ കാഴ്ചകൾ വിശാലമായി തീരുവാൻ, അങ്ങനെ കർത്താവ് നമുക്കും അന്തർക്ക് കാഴ്ച നൽകി കർത്താവ് യഥാർത്ഥ കാഴ്ച നൽകുവാൻ, ദൈവത്തെ കാണുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, സഹോദരങ്ങളെ അവരായിരിക്കുന്നത് പോലെ കാണുവാൻ, അംഗീകരിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയുവാനുള്ള കാഴ്ച. ഇത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് വിശ്വാസം. ഒരു കാഴ്ചയാണ്. ലൂമൻ ഫിദൈ എന്ന് പറയും. വിശ്വാസം ഒരു കാഴ്ചയാണ്. പരിശുദ്ധ മാതാവിനെക്കുറിച്ച് പറയുന്നത് മാതാവ് സുതാര്യ നയനങ്ങളുള്ള വ്യക്തിയായിരുന്നാണ്. ട്രാൻസ്പെറൻറ്റ് ഐസ്, ഇങ്ങനെയുള്ള കാഴ്ച, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിയുന്ന, ദൈവത്തെ അറിയുന്ന ആ ഒരു കലർപ്പില്ലാത്ത കണ്ണുകളുള്ള വ്യക്തിയായിരുന്നതാണ്. അങ്ങനെ കർത്താവ് കാഴ്ച നൽകുവാൻ നമുക്കറിയാം. വെളിപാടിൻ്റെ പുസ്തകം 3:18 നിൻ്റെ അന്ധമായ കണ്ണുകളിൽ എഴുതുവാൻ അഞ്ജനം നീ എന്നോട് വാങ്ങിക്കുക. അങ്ങനെ കർത്താവ് ആ കാഴ്ച നമുക്ക് നൽകുകയാണ്. അത് നൽകുന്ന നമ്മുടെ സുവിശേഷ പ്രഘോഷണം, അത് വചനം ശ്രവണം വഴി, അതുപോലെ തന്നെ തീക്കനൽ കൊണ്ട് പ്രവാചകൻ്റെ ആധരങ്ങൾ സ്പർശിച്ചതിൻ്റെ ഒരു പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. ഇതെല്ലാം ദൈവികമായ ഉൾക്കാഴ്ചകൾ നൽകി നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുകയും നാമും ആ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കാളികളാകുകയും ചെയ്യുവാൻ നമ്മെ സഹായിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ചൈതന്യത്തിൽ നമ്മളുടെ ഈ ഞായറാഴ്ച ആചരണം
ദൈവാനുഗ്രഹപ്രദമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.